തുടരാം. പത്തനംതിട്ട ചിറ്റാറിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. വില്ലൂന്നിപ്പാറ സ്വദേശി സദാശിവന്റെ വീട്ടിലെ കിണറ്റിൽ കടുവ വീണു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇങ്ങോട്ട് നോക്കടേ, ഇങ്ങോട്ട് നോക്കടാ. ഞാൻ ഒരു ഭയങ്കര സൗണ്ട് കേട്ടോണ്ടാ അടിച്ച് കെട്ടി നോക്കിയപ്പോഴാ പിന്നെ ഇതിനെ കണ്ടത് പുലിയെ കടുവ അന്ന് പിന്നെ അവർത്തെ അറിഞ്ഞത് വെട്ടമായിരുന്നില്ല 5:30 ആയപ്പോഴാണ് കണ്ടേ. അന്നേരം പിന്നെ ഞാൻ ഒന്ന് ലൈൻ അടിച്ച് അവരെ വിളിച്ചുണർത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ സംഭവം പിന്നെ എല്ലാവരെയും അറിയിച്ചത്. ഭയങ്കര ശബ്ദമായിരുന്നു, അലറി. ഇപ്പോഴും കിടന്ന് ബഹളമാണ്, ഇപ്പോഴും കിടന്ന് അലറുവാ. ഭയങ്കര ശല്യമാണ്, കാട്ടുപന്തി സർവ്വ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് കിടക്കണ്ട. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, കടുവയെ മയക്കുവെടിവെക്കാനല്ലേ തീരുമാനം? അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയായിരുന്നു ഈ കൊല്ലം പറമ്പിൽ സദാശിവൻ എന്ന ആളുടെ വീട്ടിലെ കിണറ്റിൽ കടുവ അകപ്പെട്ട വിവരം അറിയുന്നത്. കിണറ്റിൽ നിന്നും വലിയ ഒച്ചയും അലർച്ചയും കേൾക്കുന്ന കേട്ടാണ് സമീപവാസികളും വീട്ടുടമസ്ഥനും ചേർന്ന് ഈ കിണർ പരിശോധിക്കുന്നത്. അപ്പോഴാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കടുവ കിണറ്റിനുള്ളിൽ അകപ്പെട്ട വിവരം അറിയുന്നത്. വടശ്ശേരിക്കര റേഞ്ചിൽ തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കിണർ ഉൾപ്പെട്ട പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വടശ്ശേരിക്കര റേഞ്ചിൽ നിന്നുമൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിലൂടെ എത്തിയിട്ടുണ്ട്. നിലവിൽ കിണർ പൂർണ്ണമായി മൂടിയ അവസ്ഥയിലാണ്. കടുവ കൂടുതൽ പാനിക് ആകാതിരിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി മയക്കുവെടി വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ വന്യജീവി ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ നമ്മളോട് ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് ആ കാര്യം വ്യക്തമായിരുന്നു. ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 2ാമത്തെ പ്രാവശ്യമാണ്, അതായത് 10 ദിവസത്തിനിടെ 2ാമത്തെ പ്രദേശത്താണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ സാന്നിധ്യം ഉള്ളത് എന്നുള്ളത് വളരെയേറെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മുമ്പ് കുമ്പളത്താമണ്ണിൽ ഇത്തരത്തിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുകയും പിന്നീട് ഫോറസ്റ്റ് അധികൃതർ എത്തി കെണി വെച്ച് കടുവയെ പിടികൂടുകയും ചെയ്തിരുന്നു. കടുവയെ കൂട്ടിലകപ്പെട്ട ശേഷം പിന്നീട് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുകയായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ കെണിയിലല്ല, കിണറ്റിലാണ് കടുവ അകപ്പെട്ടിരിക്കുന്നത്. ഇനി താഴ്ചയുള്ള കിണറ്റിൽ നിന്നും കടുവയെ മുകളിലേക്ക് എത്തിച്ച് വേണം ഇതിനെ വനത്തിലേക്ക് തുറന്നുവിടുക, അല്ലെങ്കിൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ചെയ്യാനാവുകയുള്ളൂ. ഏതായാലും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് വനംവകുപ്പിന് മുന്നിലുള്ളത്. അത്തരമൊരു ദൗത്യത്തിൻ്റെ പ്രാഥമിക നടപടികൾ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ കിണറ്റിലെ വെള്ളം വറ്റിക്കാനുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം വറ്റിച്ചു കഴിഞ്ഞാൽ തന്നെ കടുവ കുറച്ചുകൂടി, അതായത് വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കടുവയ്ക്ക് മാറാനും രക്ഷാപ്രവർത്തനം കുറച്ച് വൈകിയാലും അത് കടുവയുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് വെള്ളം വറ്റിക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ആദ്യമായി വനംവകുപ്പ് നാട്ടുകാരും ചേർന്ന് കടന്നിട്ടുള്ളത്. ഇവിടെ വലിയ ജനക്കൂട്ടമാണുള്ളത്. ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അഗ്നിശമന സേനയെ കൂടി വിവരം അറിയിക്കാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കം. ഏതായാലും കടുവയെ പുറത്തെത്തിക്കാനുള്ള നടപടികളുടെ പ്രാഥമികമായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജനവാസ മേഖലയിൽ എത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടായെന്ന് പറയുന്ന കടുവ തന്നെയാണോ ഇപ്പോൾ ഈ കിണറ്റിൽ വീണതും? ഇവിടെ ഇതുവരെ ഒരു കടുവാ സാന്നിധ്യം നാട്ടുകാർ മുൻപ് പറഞ്ഞിട്ടില്ല. മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ സമീപപ്രദേശത്ത് ഒരു പന്നി ഫാമുണ്ട്. ആ പന്നി ഫാമിൻ്റെ അടുത്ത് കടുവയെ കണ്ടതായി ചില ആളുകൾ പറഞ്ഞിരുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി നടത്തിയ പരിശോധനയിൽ അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്കൊന്നും എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ആശങ്ക ഉളവാക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ സംഭവമായി ഒന്നും മാറിയിരുന്നില്ല. കടുവയുടെ ആശങ്ക കഴിഞ്ഞ ഏറ്റവും സമീപ ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായത് കുമ്പളത്താമൺ എന്ന പ്രദേശത്തിലായിരുന്നു. അവിടെ അകപ്പെട്ട കടുവ, അതായത് അവിടെ വന്ന് അവിടെ ഭീതി പരത്തിയ കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പിടികൂടുകയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കടുവയുടെ ആരോഗ്യസ്ഥിതിയിൽ മോശമായതിനെ തുടർന്നാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് അധികൃതർ എത്തിയത്. ഏതായാലും നിലവിൽ ഇപ്പോൾ കടുവ അകപ്പെട്ടിരിക്കുന്നത് ചിറ്റാർ പ്രദേശത്താണ്. ചിറ്റാറിലെ ജനവാസ മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കടുവ കിണറ്റിലകപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സമീപത്തെ പന്നി ഫാമിൻ്റെ അടുത്ത് നിരന്തരം വന്യജീവികൾ തമ്പടിക്കാറുണ്ട് എന്നാണ്. അല്ലെങ്കിൽ പന്നിയെ വേട്ടയാടാനോ പന്നിയെ ഇര തേടാനോ എത്തിയ കടുവ തന്നെ ആയിരിക്കാം ഈ കിണറ്റിലകപ്പെട്ടതെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ അനുമാനം. ഏതായാലും കടുവയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള ദൗത്യത്തിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ ദൗത്യം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. മയക്കുവെടി വെക്കാനുള്ള സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇനി അനുമതി മാത്രമേ വേണ്ടതുള്ളൂ?
സർവ്വസജ്ജമാണ് ഇവിടുത്തെ വനം വകുപ്പ്. RRT സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ആ സജ്ജീകരണങ്ങളൊക്കെ തന്നെ നിലവിൽ സജ്ജമാണ്. അത് ഇനി എന്തായാലും മയക്കുവെടി വെക്കാനുള്ള ഓർഡർ മാത്രമാണ് ലഭിക്കാനുള്ളത്. അതിനു മുൻപ് തന്നെ ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള മോട്ടോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടേക്ക് എത്തിക്കാനായിട്ടിരിക്കുന്നത്. കയർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എത്തിച്ചിട്ടുണ്ട്. ഈ കടുവയെ എങ്ങനെയും മുകളിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് ഈ കടുവയെ എങ്ങനെയും മുകളിൽ എത്തിക്കാനുള്ള ഒരു ദൗത്യമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കിണറ്റിലെ വെള്ളം വറ്റിച്ച ശേഷം മാത്രമായിരിക്കും ദൗത്യം ആരംഭിക്കുക എന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.